നമസ്കാരം. ഷാരോൺ രാജിനെതിരെ ഒരു ബ്ലാക്ക്മെയിൽ വിവാദമൊക്കെ ഉണ്ടാക്കാൻ നോക്കി കഷായം ഗ്രീഷ്മ. പക്ഷേ അതൊക്കെ തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നു ഇതെന്നുമൊക്കെയാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. ഗ്രീഷ്മ നടത്തിയ കൊലപാതകത്തെ ഒരിക്കലും ജസ്റ്റിഫയബിൾ മർഡർ ആക്കാനായിരുന്നു അവരുടെ ശ്രമം. ഇതിലൂടെ വീണ്ടും ഷാരോണിനെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ചെയ്തത് അവർ. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല. ഷാരോൺ രാജിന്റെ ഫോണും കമ്പ്യൂട്ടറും എല്ലാം വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്തതാണ്. ഗ്രീഷ്മയുടെ വാട്സപ്പ് അടക്കം പരിശോധിച്ചു. ഇതിലൊന്നും ബ്ലാക്ക്മെയിൽ സ്വഭാവം കണ്ടിട്ടേയില്ല. എന്നാൽ സ്നേഹത്തിൽ പൊതിഞ്ഞ ഗ്രീഷ്മയുടെ ചതി കണ്ടെത്താൻ കഴിഞ്ഞു പോലീസിന്. തൂക്കുകയറിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ ഗ്രീഷ്മയുടെ അവസാന അടവാണ് ഷാരോണിനെ സാമൂഹ്യ വിരുദ്ധനായി ചിത്രീകരിക്കുന്ന സംഭവം എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ഈ വാദങ്ങൾക്കെതിരെ കുടുംബം നിയമ നടപടികൾ എടുക്കുന്നതും ആലോചിക്കുകയാണ്. കോടതിയിൽ വാദമായി ഉന്നയിച്ച വിഷയങ്ങളിൽ നിയമ നടപടി സാധ്യമാണോ എന്നാണ് ഷാരോണിന്റെ കുടുംബം പരിശോധിക്കുക. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരുന്നു കേസ് അന്വേഷിച്ചത്. കേസ് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയുടെ വാക്കുകൾ കേട്ട് അന്ന് ഞെട്ടിയിരുന്നു. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ അതിന് മറുപടി തന്നെ പറഞ്ഞത്. ഷാരോണിനൊപ്പം ജീവിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല. ഒഴിവാകാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നതുമില്ല. പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്നൊക്കെ അറിയാം. കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് ഒരു 14 വർഷം. അപ്പോൾ 38 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ജയിലിൽ നിന്നിറങ്ങും. ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം. ഇതായിരുന്നു അന്നത്തെ ഗ്രീഷ്മയുടെ മറുപടി. ഇത് വീണ്ടും ചർച്ചയാക്കിയത് മനോരമയാണ്. എന്തായാലും ഇതിനൊത്ത വാദങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതിയിലും നടന്നിട്ടുള്ളത്. കോടതിക്ക് കത്ത് കൈമാറിയതടക്കം വ്യക്തമായ പദ്ധതിയുടെ ഭാഗമാണ്. അവസാനവട്ട വാദപ്രതിവാദങ്ങളിൽ ചൂടുപിടിച്ച കോടതി മുറിയിൽ തന്റെ ബിരുദ സർട്ടിഫിക്കറ്റുമായി എത്തി ശിക്ഷാ ഇളവ് തേടി ഗ്രീഷ്മ എല്ലാ അർത്ഥത്തിലും ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ കിട്ടാത്ത വണ്ണമുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തിയത് പോലും. പ്രായം കണക്കിലെടുക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് എന്തായാലും വധശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കുമില്ല. അപൂർവങ്ങളിൽ അപൂർവം എന്ന പ്രോസിക്യൂഷൻ വാദത്തിൽ കോടതി എടുക്കുന്ന നിലപാടാകും ഇനി നിർണായകമാവുക. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി കോടതി പറയുന്നത്. 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും MA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ തനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് കൂടി ഗ്രീഷ്മ ജഡ്ജിയോട് നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഷാരോൺ വധക്കേസ് വിചാരണ നടക്കുന്ന നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ നാടകീയ രംഗങ്ങൾക്കെല്ലാം തന്നെ വേദിയായത്. വാദങ്ങൾ കേട്ടിട്ടുള്ള അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോഴാണ് ഗ്രീഷ്മ തന്റെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ഹാജരാക്കി ഇളവിന് വേണ്ടി അപേക്ഷിച്ചത്. മാതാപിതാക്കളുടെ ഏക മകളാണ്, തുടർന്ന് പഠിക്കണം, തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല, അതിനാൽ നിയമം അനുശാസിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ എന്നായിരുന്നു ഗ്രീഷ്മയുടെ അഭ്യർത്ഥന. ഇത്തരമൊരു അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് ഷാരോണിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിഭാഗം വാദം കോടതി മുറിയിൽ നടന്നത്. എന്നാൽ ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രമോ വീഡിയോയോ ഒന്നും തന്നെ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് വേണ്ടേ എന്ന ചോദ്യമാണ് ഷാരോണിനെ സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ ഉയർത്തിയതും. ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഇതെല്ലാം ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും പ്രതിഭാഗം വക്കീൽ വാദിച്ചു. പല ഡിവൈസുകളിലായി ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഷാരോൺ ഗ്രീഷ്മയുടെ ജീവിതത്തെ ആകെ ബാധിക്കും വിധം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു അത്രേ. ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ആദ്യം തീരുമാനിച്ചത്. അതിന് ശ്രമിക്കുകയും ചെയ്തു. സമൂഹ വിരുദ്ധ പെരുമാറ്റമുള്ള ഷാരോൺ ഗ്രീഷ്മയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. സ്വസ്ഥമായ ജീവിതം ആഗ്രഹിച്ച പ്രതി സമൂഹത്തെ മാനിച്ചിരുന്നു അത്രേ. ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത പ്രതിക്ക് മാനസാന്തരത്തിന് അവസരം നൽകണം, ഇതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് വെള്ളിയാഴ്ച തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടുകയും ചെയ്തു. തെളിവ് നശിപ്പിച്ച കേസിൽ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി.
സുഹൃത്തായ മുര്യങ്കര JP ഹൗസിൽ JP ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ ജീവനില്ലാതെയാക്കിയ ഗ്രീഷ്മയ്ക്ക് പൈശാചിക സ്വഭാവമാണെന്നും കുറ്റബോധം മൂലമില്ലാത്ത പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചു. 11 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്ന ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴികളിലുണ്ട്. ശരീരമാസകലം രക്തസ്രാവമായിരുന്നു. സമൂഹത്തിന് സന്ദേശം നൽകുന്ന വിധി ഉണ്ടാകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നന്ദി.